ലൂക്കായുടെ സുവിശേഷം 7-35 വാക്യം, ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ്. ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, മാതാവ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതും അത് ദൈവിക ക്രമീകരണമാണ്. അത് അനുഗ്രഹമായത് അത് സ്വീകരിക്കുന്നതിലൂടെയായിരുന്നു. സ്വീകരിക്കുന്നതിലൂടെ. ഇപ്പോൾ ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ദൈവാനുഗ്രഹങ്ങളുടെ മുൻപിലാണ് നമ്മൾ നിൽക്കുക. നമുക്ക് പരിശുദ്ധ കുർബാന, ഈശോയുടെ ബലിയുടെ അനുസ്മരണം, ഈ ഒരു വലിയൊരു കാര്യം അത് സ്വീകരിക്കുന്നതിലൂടെയാണ് ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത്. നമ്മുടെ കയ്യിലാണ് കാര്യം ഇരിക്കുന്നത്. നമ്മൾ ഇതിനോട് എങ്ങനെയാണ് പരിശുദ്ധ കുർബാന നമുക്ക് അലക്ഷ്യമായിട്ട് ഇരിക്കാം, അവരുടെയൊക്കെ നോക്കിയിരിക്കാം, പല പല കാര്യങ്ങൾ ആലോചിച്ചിരിക്കാം, ഫോൺ നോക്കിയിരിക്കാം, വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കാം, പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം. നമ്മളിത് സ്വീകരിക്കുന്നത് പോലെയാണ്. ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നതിലൂടെയാണ്. നമുക്ക് ഈ ഒരു ചിന്ത സ്വീകരിക്കാം. നമ്മുടെ കയ്യിലാണ് കാര്യം ഇരിക്കുന്നത്. അനുഗ്രഹം കൺവെട്ടത്തുണ്ട്. ദൈവം തരാൻ തയ്യാറാണ്. നമുക്കത് സ്വീകരിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് അത് സ്വീകരിക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. അത് നമുക്ക് സംഭവിക്കട്ടെ. അത് നമുക്ക് മനസ്സിലാക്കി ദൈവം തരട്ടെ.